150 മീറ്റർ നീളമുള്ള ട്രെയിൻ 72 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ട്രെയിനിൻ്റെ അതേ ദിശയിൽ 6 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ മറികടക്കാൻ ട്രെയിനിന് എത്ര സമയം വേണം? ഇത് 30/8/25 നടന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷിക്കുന്ന ചോദ്യമാണ്. ഇവിടെ 150 മീറ്റർ നീളമുള്ള തീവണ്ടിയാണ്. ഇത് നമ്മൾ ഒരു ദിശയിൽ പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ വേഗത 72 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു മനുഷ്യൻ അതേ ദിശയിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ വേഗത 6 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമ്മൾ കാണേണ്ടത് ഈ തീവണ്ടിക്ക് ഈ മനുഷ്യനെ മറികടക്കാൻ എത്ര സമയം വേണം. അതിനായി നമുക്ക് ആദ്യം ആപേക്ഷിക വേഗത കാണുക. ഇവിടെ തീവണ്ടിയുടെ വേഗതയുണ്ട്, ആളുടെ വേഗതയുണ്ട്. ഇതിന്ന് റിലേറ്റീവ് സ്പീഡ് കാണുക. അതിൻ്റെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ടും ഒരേ ദിശയിലാവുമ്പോൾ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. വ്യത്യസ്ത ദിശകളിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇവിടെ ഒരേ ദിശയിലാണ്, വേഗതകൾ തമ്മിൽ കുറയ്ക്കുക. 72 6 കുറച്ച 66 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരേ ദിശയിലായതിനാൽ കുറയ്ക്കും, വിപരീത ദിശകളിലാണെങ്കിൽ കൂട്ടണം. ഇപ്പോൾ നമുക്ക് 66 കിലോമീറ്റർ പ്രതി മണിക്കൂറിന് കിട്ടി. ഇവിടെ യൂണിറ്റ് കിലോമീറ്റർ എന്ന് കാണുന്നു, പക്ഷേ തീവണ്ടിയുടെ നീളം 150 മീറ്റർ. ഇവിടെ യൂണിറ്റ് മീറ്ററാണ്, ഇവിടെ യൂണിറ്റ് കിലോമീറ്ററാണ്. യൂണിറ്റ് ഒരുപോലെ ആക്കാൻ ഇത് വേഗതയാണല്ലോ. കിലോമീറ്റർ പ്രതി മണിക്കൂർ യൂണിറ്റിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡിലേക്കാക്കാൻ എന്ന യൂണിറ്റിലേക്ക് ആക്കാൻ നമ്മൾ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട്, എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 66 × 5/18. ഈ 66നെയും 18നെയും നമ്മൾ 6 കൊണ്ട് പിടിച്ചു ചുരുക്കി. അപ്പോൾ എന്ത് വരും? 11 6 66, 3 6 18. അപ്പോൾ 11 × 5/3 ഗുണിക്കുമ്പോൾ 15 55/3. ഇപ്പോൾ മീറ്റർ പ്രതി സെക്കൻഡായി യൂണിറ്റ്. ഇപ്പോൾ ഒരു യൂണിറ്റ് ഒരുപോലെ. ഈ സമയം കാണാൻ സൂത്രവാക്യം ദൂരം ബൈ വേഗത. ദൂരമായിട്ട് നമ്മൾ തീവണ്ടിയുടെ നീളം എടുക്കണം. തീവണ്ടിയുടെ നീളം എത്രയാണ്? 150 ബൈ വേഗത ഈ കിട്ടിയത് 55/3. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, ഛേദത്തിനെ തിരിച്ചിട്ട് ഗുണിക്കണം വിൽക്രമം കൊണ്ട്. അപ്പോൾ 150 × തിരിച്ചിട്ട് 3/55. ഈ 150ഉം 55ഉം 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ മുകളിൽ 30 × 5 150, 11 5 55. അപ്പോൾ 30 × 3/11. അംശങ്ങൾ ഗുണിക്കുമ്പോൾ 30 × 3 90/11. ഹരിക്കുമ്പോൾ 90 n 11 88. ശിഷ്ടം 2 2 പൂല 0.2. 2ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 20 1 11 11. ശിഷ്ടം അവിടെ 9 വരും. ആ 9ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 90 n 11 88. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിനെ സ്ഥാനം ശരിയാക്കി എടുക്കുമ്പോൾ ഈ 1ൻ്റെ അപ്പുറത്ത് 5ൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മളിവിടെ 1 കൂട്ടാം. അപ്പോൾ ഉത്തരം 8.2 സെക്കൻഡാണ് തീവണ്ടിക്ക് ആളെ മറികടക്കാൻ വേണ്ട സമയം.